എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 250-ാമത്തെയാണ്. നമ്മൾ കുറച്ച് നാളായിട്ട് ചക്ര ഹീലിങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ക്ലാസ്സുകൾ വരുന്ന ശനിയാഴ്ച തുടങ്ങാൻ പോവുകയാണ്. ആൾക്കാരൊക്കെ പേ ചെയ്ത് കൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെ പേയ്മെൻറ്റ് ലിങ്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഇനി കുറച്ചും കൂടെ ഇതിൽ വ്യക്തത കൊണ്ടുവരണം, ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഇതിനെക്കുറിച്ച് കൊടുക്കണം എന്ന് വിചാരിച്ചു. അതായത് ക്ലാസ്സിനെ കുറിച്ചല്ല, ഈ ചക്ര ഹീലിംഗ് എന്ന് വെച്ചാൽ എന്തുവാ, അതായത് എന്തോതിനൊക്കെ നമ്മൾ ഇതിനെ ഉപയോഗിക്കാം. ഇപ്പം ചക്ര ഹീലിംഗ് എന്ന് പറയുമ്പം ദേഹരീതിയായിട്ടുള്ള പല അസുഖങ്ങളും മാറ്റാൻ ഇത് കൊള്ളാം എന്ന് ഒരുപാട് പേർക്ക് അത് ബോധ്യമായി എന്ന് വെച്ചാൽ മനസ്സിലായി. ഓക്കെ, ഇനി അവർ സ്വയം ചെയ്തു നോക്കി അവരുടെ ദേഹത്തൊരു മാറ്റം വരുമ്പം മാത്രമേ അവർക്ക് ബോധ്യമാകത്തുള്ളൂ. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ബട്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ട്, ഓക്കെ അത് പറയുന്നത് ശരിയാണ്, ഇത് ലോജിക്കാണ്, ഇത് സയൻറ്റിഫിക്കാണ്, ഇത് സത്യമായിരിക്കാം എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. പക്ഷേ ഇപ്പോഴും ആളുകൾക്ക് ഒരു സംശയം വരാനുള്ള സാധ്യത എവിടെയാണെന്ന് വെച്ചാൽ, മനസ്സിലുള്ള നെഗറ്റീവ് ഇമോഷൻസ്, നെഗറ്റീവ് ഫീലിങ്സ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അല്ല, ഒരു വലിയ ജ്ഞാനിയായിട്ടോ വിശ്വാമിത്രന് പോലും മേനക വന്ന് മുന്നേ കളിച്ചപ്പം മനസ്സിലൊരു ചഞ്ചലം ഉണ്ടായി, ഇല്ലയോ? അപ്പം നമ്മളൊക്കെ ഏത് മൂലയ്ക്കാണ്? അപ്പം നമ്മളെല്ലാം സാധാരണപ്പെട്ട ആൾക്കാരാണ്. അപ്പം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ പല നെഗറ്റീവ് ഇമോഷൻസ് വന്നുകൊണ്ടേയിരിക്കുന്നു. അത് ഭയമുണ്ട്, ദേഷ്യമുണ്ട്, വെറുപ്പുണ്ട്, അസൂയ ഉണ്ട്, അങ്ങനെയൊക്കെ ഒരു വലിയ ലിസ്റ്റേ ഉണ്ട്. അപ്പം ഇതൊക്കെ എങ്ങനെ ടീച്ചറെ ഈ ചക്ര ഹീലിംഗ് ചെയ്യുന്ന കൊണ്ട് മാറും എന്നാണ് ചിലരുടെ മനസ്സിൽ ഓടുന്ന വിചാരം. അതിനുള്ള എക്സ്പ്ലനേഷൻ ഇന്ന് ഈ വീഡിയോയിൽ തരാമെന്ന് വിചാരിച്ചു. അതിനെ 2-3 നെഗറ്റീവ് ഇമോഷൻസ് എടുത്ത് അതിനെ വെച്ച് ഞാൻ പറയാം. ഒരു 3 ഉദാഹരണം. 1, ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയും. ഈ ട്രോമ എന്ന് പറഞ്ഞാൽ അതായത് മാനസിക ആഘാതം, ഓക്കെ, അല്ലെങ്കിൽ വൈകാരിക ക്ഷതം. അതായത് മനസ്സിൽ നൊന്ത് മുറിവ്, ക്ഷതം എന്ന് വെച്ചാൽ മുറിവ്, ഇല്ലയോ? അപ്പം മനസ്സിലുണ്ടാകുന്ന മുറിവ് എന്ന് വെച്ചാൽ എന്തുവാ? അതിനും ഒരു എക്സാമ്പിൾ തരാം. ഇപ്പോൾ ഒരു പെൺകൊച്ച് വീട്ടിൽ വളർന്നു വരുന്നു, അമ്മയും അച്ഛനൊക്കെ ജോലിക്ക് പോകുന്നു, ആരുടെയെങ്കിലും കെയർ ഓഫിൽ വിട്ടിട്ട് പോകുന്നു. ആരെങ്കിലും ഉണ്ട്, ഒരു വയസ്സായ അമ്മമ്മയോ അപ്പൂപ്പനോ ഉണ്ട്. പക്ഷേ അവരൊക്കെ കുറേ നേരം പകലൊക്കെ കിടന്ന് ഉറങ്ങും. അപ്പം അടുത്ത വീട്ടിലുള്ളവനോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ വരുന്നു വീട്ടിൽ, ഈ കൊച്ചിനെ നോട്ടപ്പുള്ളിയാക്കുന്നു, മാനസികമായിട്ട് ഇതിനെ പീഡിപ്പിക്കുന്നു, സെക്ഷുവൽ രീതിയായിട്ട് മൊലസ്റ്റ് ചെയ്യാൻ നോക്കുന്നു. അത് നടക്കുന്നു. അങ്ങനെ നടന്നിട്ട് പോരാത്തതിന് ആ കൊച്ചിനെ ഭീഷണിപ്പെടുത്തുന്നു. ഇത് അമ്മയോ അച്ഛനോ വരുമ്പോൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നാളെ വന്ന് നിന്നെ കൊല്ലും. ഇത്രയും ഒരു കൊച്ചിന് കേൾക്കുമ്പോഴും അതിൻ്റെ ദേഹരീതിയായിട്ട് പീഡിപ്പിക്കുമ്പോഴും എന്ത് പാടുപെടും മനസ്സ്. അതിനാണ് ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്നത്. അപ്പം അത് ക്ഷതം തന്നെയാണ്. അതായത് മുറിവ്, വലിയ ഒരു മുറിവ്. ചെറിയ ഒരു നഖം വെട്ടുമ്പം കുറച്ച് ഡീപ്പായി പോയാലേ നമുക്ക് 2 ദിവസം കൈ വേദനിക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ഒരു പെൺകൊച്ചിന് ഉണ്ടായാൽ അത് എങ്ങനെ കഷ്ടപ്പെടും മനസ്സിൽ. അപ്പം അത് ഒരു വലിയ ഒരു പുണ്ണായിട്ട്, അതായത് ഉണങ്ങാത്ത ഒരു പച്ച പുണ്ണായിട്ട് തന്നെ അത് മനസ്സിൽ കിടക്കും. ഓക്കെ, അത് പിന്നെ സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, പഠിക്കുന്നു, ജോലി വാങ്ങിക്കുന്നു, കല്യാണം കഴിക്കുന്നു. എന്നാലും ഇതെല്ലാം പുറമേ നടന്നാലും ആ കൊച്ചിൻ്റെ മനസ്സിൽ ആ തീ ഉണ്ടല്ലോ, വെന്ത് നീറി കിടക്കും. അതാണ് ക്ഷതം, വൈകാരിക ക്ഷതം എന്ന് പറയുന്നത്. ഓക്കെ, അതിനാണ് ട്രോമ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇത് ഇങ്ങനെ ഒരു കൊച്ചിലെ അനുഭവിക്കാൻ വേണ്ടി വന്ന ഒരു പ്രയാസം അതിൻ്റെ ചക്രാസിനെയെല്ലാം ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ ഈ കൊച്ച് നോർമലായിട്ട് ഒരു മനുഷ്യനായിട്ട്
മനുഷ്യത്വമായിട്ട് ഒരു ജീവിതം ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ ചക്ര ലെവലിൽ പോയി അതിന് ഹീലിംഗ് കൊടുത്താൽ മാത്രമേ അത് മാറത്തുള്ളൂ. അല്ലെങ്കിൽ അത് മരിക്കുന്നവരെ ആ ഒരു വിചാരം മനസ്സിൽ കിടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ജീവിതത്തിൽ ശോഭിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു വേദന വെന്ത് നീറി കിടക്കുന്നു. അത് പിന്നെ എത്ര നല്ല സാഹചര്യങ്ങളിൽ ഉണ്ടെങ്കിലും അതിന് ഇത് മറക്കാൻ പറ്റാത്ത ഒരു പ്രയാസമായി പോകും. ഓക്കെ, അതും ഒരു കാര്യം. വേറൊരു കാര്യം, ഇപ്പം ഇനിയൊരു ഉദാഹരണം പറയുവാണ്. ഒരു കൊച്ചു വളർന്നു വരുന്നു. അതിന് അവൻ്റെ അമ്മയും അച്ഛനും വീട്ടിലെന്നും വഴക്ക്. എന്തുവാ? കാശില്ലാത്ത കൊണ്ടുള്ള വഴക്ക്. കാശില്ലെങ്കിൽ സ്നേഹവും ഇല്ല. മനപ്രയാസം കാശില്ലാത്ത കൊണ്ട് വരുമ്പം അവിടെ സ്നേഹത്തിനും കെട്ടിപ്പിടിക്കലിനും ഒന്നും ഒരു ജോലിയില്ല. ഈ സർവ്വകാലവും വഴക്ക്. അമ്മ അച്ഛനെ കുറ്റം പറയും, അച്ഛൻ അമ്മയെ കുറ്റം പറയും, രണ്ടുപേരും ജോലിക്ക് പോകുന്നു. എന്നാലും വീട്ടിലൊരു തൃപ്തിയില്ല, നിറവില്ല. സർവ്വകാലവും ഇതുകൊണ്ടുള്ള ഒരു വഴക്ക്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് വഴക്ക്. അമ്മയച്ഛന് സദാ വഴക്ക്. ഇത് കണ്ട് വളരുന്ന കൊച്ച് എന്ത് വിചാരിക്കുമെന്ന് വെച്ചാൽ, ലോകത്തെല്ലാം ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു വിചാരം. അമ്മയച്ഛന് എപ്പോഴും വഴക്ക്. അപ്പം ഞാൻ നാളെ വലുതാകുമ്പോഴും എനിക്കൊരു ലൈഫ് പാർട്ട്ണറെ കിട്ടുമ്പോഴും നമ്മളിങ്ങനെ തന്നെ വഴക്കിടേണ്ടി വരും. അത് സത്യമാണോ? സത്യമല്ല. പക്ഷേ അതിൻ്റെ മനസ്സിലെ ഉപബോധ മനസ്സ് എന്നാൽ കോൺഷ്യസ് മൈൻഡിൽ കാണുന്നു എന്നും അത് ഉപബോധ മനസ്സിനകത്ത് കയറും. കയറിയാൽ എന്തുവാ കയറുന്നേ? ഒരു തെറ്റിദ്ധാരണ, തെറ്റായിട്ടുള്ള ഒരു ബിലീഫ്, ഒരു വിശ്വാസം. എന്തുവാ തെറ്റായിട്ടുള്ള വിശ്വാസം? കല്യാണം കഴിഞ്ഞാലും അമ്മയച്ഛന് എപ്പോഴും വഴക്കാണ്, പണത്തിൻ്റെ കഷ്ടമാണ്, പണത്തിൻ്റെ പ്രയാസം കൊണ്ടാണ് ഇവർ എപ്പോഴും വഴക്കിടുന്നത്. അപ്പം ലൈഫെല്ലാം ഇങ്ങനെയാണ്. അപ്പം നാളെ എനിക്ക് ഒരു ജീവിതം വരുമ്പോഴും ഇങ്ങനെയാണ് എന്നുള്ള തെറ്റിദ്ധാരണയാണ്. അതിൻ്റെ പേരാണ് ഇംഗ്ലീഷിൽ ലിമിറ്റിംഗ് ബിലീഫ്സ്. നമ്മളെ ലിമിറ്റ് ചെയ്യുന്നു. അതായത് ഒരു കൊച്ച് എങ്ങനെ വളരണം? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, നാളെ ഞാനും നല്ല പഠിക്കും, വലുതാകും, സമ്പാദിക്കും, കല്യാണം കഴിക്കും, നല്ലൊരു ജീവിതം ജീവിക്കും. അത്രയും നടന്നോ ഇല്ലയോ, ആ കൊച്ച് വളരുമ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു മനസ്ഥിതിയിൽ വളരണ്ടേ? അതിനെ വളരാൻ വിടാതെ ഈ ലിമിറ്റിംഗ് ഫാക്ടറാണ്, ബിലീഫാണ് അതിനെ പിന്നോട്ട് വലിക്കുന്നത്, താഴോട്ട് വലിക്കും. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ട് ആ കൊച്ചിൻ്റെ ചക്രാസിലെല്ലാം ബ്ലോക്ക് ഉണ്ടാകും. അപ്പോൾ അത് കൊച്ച് എത്ര വലിയ പഠിത്തം പഠിച്ചാലും എന്ത് നല്ല ജോലി കിട്ടിയാലും എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടെങ്കിലും അതിന് ഈ ഉള്ളിൽ അവരുടെ അമ്മയും അച്ഛനും വഴക്കിട്ടത്, അതിൻ്റെ ഉപബോധ മനസ്സിൽ കയറിയ തെറ്റായിട്ടുള്ള ചിന്ത എന്നും അതിനെ തുടർന്ന് വരും. അപ്പം ഇതൊക്കെ ചക്ര ലെവലിൽ പോയി നമ്മൾ ബ്ലോക്കിനെ മാറ്റിയാൽ മാത്രമേ ആ കൊച്ചിന് നല്ല ഒരു ജീവിതം ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാം ഉണ്ടെങ്കിലും ആ കൊച്ചിന് ഇതൊരു കുറവായിട്ട് തന്നെ കിടക്കും. അതുകൊണ്ട് തന്നെ അതിന് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റാതെ പോകും. വേറൊരു കാര്യം, ഒരച്ഛൻ ദിവസവും കുടിച്ചേച്ച് വന്ന് അമ്മയെ അടിക്കുന്നു, തല്ലുന്നു. ഇത് കാണുന്ന കൊച്ചിന് മനസ്സിൽ എന്തോ തോന്നും? ഞാൻ കല്യാണമേ ഇനി കഴിക്കത്തില്ല, എൻ്റെ അമ്മ എന്ത് കഷ്ടപ്പെടുന്നു, എൻ്റെ അച്ഛൻ പകലെല്ലാം നല്ല മനുഷ്യനായിരിക്കുന്നു, സ്നേഹം കാണിക്കുന്നു, ഈ കുടി കൊണ്ട് എങ്ങനെ എൻ്റെ അമ്മയിട്ട് അടിക്കുന്നു, അപ്പോൾ എനിക്ക് കിട്ടുന്ന ഭർത്താവും അങ്ങനെ ആയിരിക്കുമോ, അപ്പോൾ എനിക്ക് കല്യാണമേ വേണ്ട. അതൊരു ലിമിറ്റിംഗ് ബിലീഫാണ്, തെറ്റിദ്ധാരണയാണ്. എല്ലാ ഭർത്താക്കന്മാരും കുടിച്ചിട്ട് ഒന്നും അടിക്കുന്നില്ല, ഇല്ലയോ? പക്ഷേ ആ കൊച്ചിൻ്റെ മനസ്സിൽ അങ്ങനെയാണ് എന്താ അത് കാണുന്ന ലോകം, അതിൻ്റെ വീട്, അതിൻ്റെ അമ്മയും അച്ഛനും എല്ലാം, അതാണ് അതിൻ്റെ ലോകം. ചെറുതാണ്. ആ ചെറിയ ലോകത്തിൽ ഇത്രയും നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ നടക്കുമ്പം, അതും വീണ്ടും നടക്കുമ്പം അത് മനസ്സിൽ, ഉപബോധ മനസ്സിൽ വളരെ ആഴത്തിൽ പോയി പതിയും. അതിന് പേരാണ് ലിമിറ്റിംഗ് ബിലീഫ്സ്. അപ്പം ഈ ചൈൽഡ്ഹുഡ് ട്രോമ അതായത് വൈകാരിക ക്ഷതം അത് ഉണ്ടെങ്കിൽ, അല്ലാതെ ഈ ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടെങ്കിൽ, ഇതൊക്കെ ആ കൊച്ചിന് വളർന്നു വരുമ്പം അതിൻ്റെ ചക്രാസിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ചിലപ്പം അതുകൊണ്ട് ആ കൊച്ചിൻ്റെ സ്വഭാവം തന്നെ ടോട്ടലി മാറാം. ഉൾവാങ്ങാം,
ആളുകളെ കാണുമ്പോൾ ഒരു സ്നേഹമില്ലാത്ത ഒരു സ്വഭാവം, വെറുപ്പ്, അങ്ങനെയൊക്കെ പല പല രീതിയിൽ ആ കൊച്ചിൻ്റെ സ്വഭാവം മാറും. അതാണ് നെഗറ്റീവ് ഇമോഷൻസ്. അപ്പോൾ ഈ നെഗറ്റീവ് ഇമോഷൻസ് വീണ്ടും വീണ്ടും മനസ്സിനെ ബാധിക്കും. ആ മനസ്സിൻ്റെ പ്രയാസം എന്ന് പറയുന്നത് ദേഹത്തിനെ ബാധിക്കും, അതിൻ്റെ പഠിത്തത്തിലെ ബാധിക്കും, ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. ആകെ മൊത്തം അതിൻ്റെ ജീവിതം കുട്ടിച്ചവരായി പോകും. ഇതിന് കാരണം കൊച്ചിലെ നടന്ന വേണ്ടാത്ത കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള സംഗതികളും അത് കാരണം അതിൻ്റെ മനസ്സിലുണ്ടായ നെഗറ്റീവ് ഇമോഷൻസുമാണ്. അപ്പോൾ ഈ നെഗറ്റീവ് ഇമോഷൻസ് എതിനെയാണ് ബാധിക്കുന്നത്? ഫസ്റ്റ് ചക്രാസിനെയാണ് ബാധിക്കുന്നത്. പിന്നെയാണ് അത് വീണ്ടും മനസ്സിനെ ബാധിക്കും, വീണ്ടും അത് തിരിച്ച് ദേഹത്തിലോട്ട് കാണിക്കും. കല്യാണത്തിൽ ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, കൊച്ചുങ്ങൾ വേണ്ട, ഞാൻ കൊച്ചിലെ എന്ത് കഷ്ടപ്പെട്ടു, എനിക്കിനി കൊച്ചേ വേണ്ട. ആളുകളെല്ലാം ചോദിക്കും, കല്യാണമായി ഇത്ര വർഷമായി ഒരു കൊച്ചില്ലയോ എന്ന്. അപ്പോൾ അത് വീണ്ടും ഒരു സ്ട്രെസ്സ്. അങ്ങനെ ഒന്നിന് മേളി ഒന്ന് ഇങ്ങനെ മനപ്രയാസങ്ങൾ അടുക്കി വയ്ക്കുമ്പം ആ സ്ത്രീ നാളെ ഈ കൊച്ച് ഒരു സ്ത്രീയായിട്ട് വളർന്ന് നിൽക്കുമ്പം അതിൻ്റെ ജീവിതത്തിനെ നമ്മൾ എടുത്തു നോക്കുമ്പം എല്ലാം താറുമാറായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റൂട്ട് കോസ് എന്തുവാ? ചക്രയാണ്. ചക്രയിൽ അത് പതിഞ്ഞു പോയി. അതാണ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്ലോക്കിനെ എടുത്തില്ലെങ്കിൽ മരിക്കുന്നവരെ ഈ സ്ത്രീക്ക് പല പ്രയാസങ്ങൾ ഒന്നിനുമേത് ഒന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ അർത്ഥമാണ് ചക്ര ഹീലിംഗ് ചെയ്താൽ നമുക്ക് ദേഹത്തിലെ അസുഖങ്ങളും മാറ്റാം, മനസ്സിലെ നെഗറ്റീവ് ഇമോഷൻസ് എല്ലാത്തിനെയും മാറ്റിയെടുക്കാം. ഈ ചൈൽഡ്ഹുഡ് ട്രോമാവിനെ നമ്മൾ പറിച്ച് കളയണം, വേരോടെ പിഴുത് കളയണം. ഓക്കെ, മറക്കും മക്കളെ, അതൊക്കെ പോയത് പോട്ടെ, നമുക്ക് നല്ല ഒരു ജീവിതം ജീവിക്കാം. അങ്ങനെയൊക്കെ അതിന് അഡ്വൈസ് കിട്ടണമെങ്കിൽ അത് ആരുടെടുത്തെങ്കിലും വായി തുറന്ന് പറയണ്ടേ? ഒരുപാട് പേര് പറയത്തില്ല. അതൊക്കെയാണല്ലോ പ്രയാസം. അപ്പം നമ്മൾ അത് കണ്ടുപിടിച്ച് ഏത് ചക്രയിലാണ് ബ്ലോക്ക് കൂടുതൽ എന്നൊക്കെ നമ്മളായിട്ട് മനസ്സിലാക്കി ആ ചക്രയിനെയൊക്കെ നമ്മൾ ഹീൽ ചെയ്താൽ മാത്രമേ ആ സ്ത്രീക്കൊരു നോർമൽ ജീവിതം ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചക്ര ഹീലിംഗ് ചെയ്താൽ ദേഹത്തിലുള്ള അസുഖങ്ങൾ മാത്രമല്ല മനസ്സിലെ നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം കൂടെ മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇന്നും ഈ വീഡിയോയിൽ ഞാൻ ചക്ര ഹീലിങ്ങിൻ്റെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും ആ വീഡിയോയും ലിങ്കും തരുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നിയാൽ പണമടച്ച് ചേരാം, നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാം. ഓക്കെ, ശരി, താങ്ക് യു.